ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ എല്ലാം മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളടുത്ത് തരുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നവംബർ 17 RRB എക്സാം കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ, ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇനി കഷ്ടി ഒരു 60 ദിവസമാണ് മുന്നിലുള്ളത്. പഠിക്കണം, പഠിച്ചത് റിവൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ബൾക്കി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളെ GKക്കകത്തുള്ള ഓരോ വിഷയങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം ഗ്രൂപ്പ് ഡി എക്സാമിന് പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്ന പരീക്ഷയെ അറിയുക, നോ യുവർ സബ്ജക്റ്റ്, നോ യുവർ എക്സാം അല്ലേ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പരീക്ഷയെ ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷ എന്താണെന്നുള്ളത്. അതിനകത്ത് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത് ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വിഷയത്തെ പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി, പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ വിഷയം മനസ്സിലാക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ അറിയണം. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഏൻഷ്യൻറ്റ്, മെഡീവിയൽ, മോഡേൺ, ഇൻക്ലൂഡിങ് വേൾഡ് ഹിസ്റ്ററി. പ്രത്യേകിച്ച് ഗ്രൂപ്പ് ഡിയുടെ കേസിന് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും വരെ ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ വേൾഡ് ഹിസ്റ്ററി ഞാനിവിടെ മോഡേൺ എന്ന് പറയുന്ന മോഡേൺ ഹിസ്റ്ററിയുടെ കൂടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ വർഷം ഏകദേശം 135ഓളം ഷിഫ്റ്റുകളിലായിട്ടാണ് ഗ്രൂപ്പ് ഡി എക്സാം 2022 എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ അത്രയും ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനാലിസിസ് നടത്തി ഈ ഓരോ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്നും എത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഏൻഷ്യൻറ്റിൽ നിന്നും, മെഡീവിയലിൽ നിന്നും, മോഡേണിൽ നിന്നും ഒരു 10 ടോപ്പിക്സ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റിവൈസ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഈ 10 ടോപ്പിക്സിന് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് അത് വളരെയധികം ഉപകാരപ്രദമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ എക്സാം ഇപ്പോൾ 2022 ഒരു ഭാഗത്തു നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് കൊണ്ട് 2025 നടത്താൻ പോകുന്ന പരീക്ഷയ്ക്ക് അതേ ഭാഗത്തു നിന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരണമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. ചിലപ്പോൾ എന്ത് ചെയ്യാം, പാറ്റേൺ ഒക്കെ മാറി വരാം. കോമ്പറ്റീഷൻ കൂടുന്നതനുസരിച്ച് RRB എന്ത് ചെയ്യാം, പാറ്റേൺ മാറ്റി എന്നും വരാം. എന്നിരുന്നാലും നമ്മുടെ മനസ്സിലൊരു ധാരണ ഉള്ളത് നല്ലതാണ്. കാരണം ഇത്രയും മുൻകാല ചോദ്യങ്ങൾ നമുക്കുള്ള സ്ഥിതിക്ക്, പ്രത്യേകിച്ച് ആ ഭാഗത്തു നിന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ഹോട്ട് ടോപ്പിക്സിൽ നിന്നും ഇത്രയും മുൻകാല ചോദ്യങ്ങളുള്ള സ്ഥിതിക്ക് നമ്മൾ ആ ഭാഗങ്ങളെ ഊന്നി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ആദ്യം ഏൻഷ്യൻ ഹിസ്റ്ററിയെ നോക്കാം. അപ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ ഞാൻ ഇവിടെ ഇത്രയും ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ഓൾ ടുഗദർ ഈ പറഞ്ഞ 135 ഷിഫ്റ്റിൽ നിന്നായിട്ട് 94ഓളം ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു ചോദ്യം ഉറപ്പാണ് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്കായിരിക്കും ചിലപ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചോദ്യം വരിക. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ഏരിയാസ് ഞാൻ ഇവിടെ ഡാർക്ക് കളറിൽ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോൺ ഏജിൽ നിന്നും ചോദ്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നും 6 ചോദ്യങ്ങളുണ്ട്. വേദിക് സിവിലൈസേഷൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്, 8 ചോദ്യങ്ങളുണ്ട്. മഹാജനപദാസിൽ നിന്നും ചോദ്യങ്ങൾ വളരെ കുറവാണ്. ജൈനിസം, ബുദ്ധിസം, മൗര്യ സാമ്രാജ്യം ഇത് രണ്ടും കൂടെ ചേർത്ത് 25 ചോദ്യങ്ങളുണ്ട്. ജൈനിസവും ബുദ്ധിസവും മൗര്യൻ എംപയറും കൂടെ ചേർത്ത് എത്രയുണ്ട്, 25 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്താണ്? നിങ്ങൾ സ്റ്റോൺ ഏജിലെ പാലിയോലിത്തിക്കും, മെസോലിത്തിക്കും, നിയോലിത്തിക്കും ഒരുപാട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് ചിലപ്പോൾ അതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല. മനസ്സിലായില്ലേ? നേരെ മറിച്ച് നിങ്ങൾ മഹാജനപദാസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മൗര്യൻ എംപയറോ ജൈനിസോ ബുദ്ധിസോ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ, ജൈനിസോ ബുദ്ധിസോ പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക. അപ്പോൾ മുൻകാല ചോദ്യങ്ങളെ ജസ്റ്റ് ഒന്ന് അനാലിസിസ് നടത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഏൻഷ്യൻറ്റ് ലിറ്ററേച്ചർ, ഏൻഷ്യൻറ്റ് പീരീഡിൻ്റെ ആർക്കിടെക്ചർ, പെയിൻറ്റിങ്, മ്യൂസിക് ഇതിനകത്ത് നിന്ന് ഏകദേശം 27 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മിസ്ലേനിയസ് പോർഷൻ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് വ്യക്തമായിട്ട് ഈ പറയുന്ന ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ ഏകദേശം ഏൻഷ്യൻ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ചോദ്യങ്ങളായതുകൊണ്ടാണ് അതിനെ മിസ്ലേനിയസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് നിന്ന് 5 ചോദ്യങ്ങൾ. അപ്പോൾ ഓൾ ടുഗദർ നമുക്ക് ഇവിടെ നിന്ന് ഒരു 25ഉം ഇവിടെ നിന്ന് ഒരു 27 ചോദ്യങ്ങൾ, ഏകദേശം ഒരു 52ഓളം ചോദ്യങ്ങൾ ഈ പറയുന്ന 4 ഹെഡിൽ നിന്നും ജൈനിസം, ബുദ്ധിസം, മൗര്യൻ എംപയർ, ഏൻഷ്യൻ ലിറ്ററേച്ചർ, ഏൻഷ്യൻ പീരീഡ് ആർക്കിടെക്ചറിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 55 ചോദ്യങ്ങൾ, 94ൽ പകുതിയിലധികം ചോദ്യങ്ങളും ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഇത് പഠിക്കാൻ, ഇതിൽ കുറച്ചുകൂടെ ഊന്നൽ കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് മാത്രം പഠിച്ചിട്ട് പോകാനല്ല ഞാൻ പറയുന്നത്. കാരണം വേദിക് സിവിലൈസേഷനിൽ നിന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 8 ചോദ്യം ചോദിച്ചിട്ടുണ്ട് അല്ലേ. വേറെയും ഏരിയയിൽ നിന്ന്, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ഡൈനാസ്റ്റിയിൽ നിന്ന് 4 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 55 ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ചോദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രോബബിലിറ്റിയാണ്. നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതിനകത്തുനിന്നുള്ള ഒറ്റ ചോദ്യം ഉണ്ടാവില്ല. ഈ പറഞ്ഞ 4 ടോപ്പിക്കിൽ നിന്നാവില്ല ചോദ്യങ്ങൾ വരാം. ചിലപ്പോൾ ഒരു ഇൻഡസ് വാലിയിൽ നിന്ന് ഒരു ചോദ്യം വരാം.
വേദിക് സിവിലൈസേഷൻ എന്നൊരു ചോദ്യം വരാം. കാരണം അതിനകത്ത് നിന്നും 8ഉം 6ഉം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞത് എന്താണ്, റിവൈസ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഈ ടോപ്പിക്സിന് കൂടുതൽ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ റിവിഷൻ സീരീസ് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റിവൈസ് ചെയ്യാൻ പാകത്തിനുള്ള മെറ്റീരിയൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മളത് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ മെറ്റീരിയലിനകത്തും പഠിക്കാനിരിക്കുമ്പോൾ ഈ ഏരിയാസ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക എന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അല്ലാണ്ട് ഇത് മാത്രം പഠിച്ചിട്ട് പോയാൽ ഗ്രൂപ്പ് ഡി കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി ഇതാണ് ഏൻഷ്യൻറ്റിൻ്റെ കാര്യം. നമുക്ക് മെഡീവലിലേക്ക് കടക്കാം. മെഡീവലിൽ നിന്നും പൊതുവിൽ ചോദ്യങ്ങൾ കുറവാണ്. ആകെ 72 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഏൻഷ്യൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അക്ബർ ചക്രവർത്തിയെ കുറിച്ചാണ്. മുഗൾ സാമ്രാജ്യത്തിൽ മാത്രമല്ല, മുകളിലെ അക്ബറിനെ പറ്റി മാത്രം 10 ചോദ്യങ്ങൾ ഗ്രൂപ്പ് ഡിക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്. അക്ബറും ബാബറും കൂടെ ആകുമ്പോൾ തന്നെ 17ആയി. ഷേർഷാ കൂടെ ആകുമ്പോൾ എത്രയായി? 7 14 10 24 ചോദ്യങ്ങൾ. ഔറംഗസേബും കൂടി ആകുമ്പോൾ 27 ചോദ്യങ്ങൾ. എന്ന് പറഞ്ഞാൽ മുഗൾ പീരീഡിൽ നിന്നും ഏകദേശം 30 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മെഡീവൽ ഇന്ത്യ പഠിക്കാനിരിക്കുന്ന കുട്ടികൾ മുഗൾ എംപയറിനെ പറ്റി, പ്രത്യേകിച്ച് ഏർലി മുഗൾസിനെ പറ്റി, ബാബർ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, അതുപോലെ തന്നെ ഔറംഗസേബ്, ഇത്രയും ആളുകളെ പറ്റി നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഡൽഹി സുൽത്താനേറ്റ് പഠിക്കാനിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലേവ് ഡൈനാസ്റ്റിയെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് നോക്കുക. സ്ലേവ് ഡൈനാസ്റ്റിക്കാണ് കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. നമുക്കറിയാം അവിടെ 5 ഡൈനാസ്റ്റീസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതും സ്ലേവ് ഡൈനാസ്റ്റി ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. പിന്നെ മെഡീവിയൽ ആർക്കിടെക്ചറിൽ നിന്നും 13 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് ഒരു റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത്തവണയും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാം എടുത്തു കഴിഞ്ഞാലും NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൻ്റെ എക്സാം എടുത്തു കഴിഞ്ഞാലും ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, അതായത് പെയിൻറ്റിങ്സ്, ഡാൻസ് ഫോംസ്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ തുടങ്ങിയ ഏരിയയിൽ നിന്നും നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് NTPCക്കും ചോദിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ആർക്കിടെക്ചർ അതുപോലെ തന്നെ ലിറ്ററേച്ചർ തുടങ്ങിയ ഭാഗങ്ങൾ പഠിച്ചിട്ട് പോകുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ, ഇതാണ് മെഡീവിയൽ ഇന്ത്യയുടെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോഡേൺ ഇന്ത്യയിലേക്ക് നമുക്ക് കടക്കുമ്പോൾ അതിൽ ഏറ്റവും ആദ്യകാലത്തെ ഭാഗത്തു നിന്നൊക്കെ ഒരു ആവറേജ് ചോദ്യങ്ങളാണ്. പക്ഷേ സ്റ്റിൽ നമുക്കത് നെഗ്ലിജിബിൾ ആയിട്ട് പറയാനൊന്നും പറ്റില്ല. കൊളോണിയൽ എക്കോണമി 8 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. കൊളോണിയൽ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷുകാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള ആക്റ്റുകൾ, അതുപോലെ തന്നെ അവർ മറ്റേ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, ജാഗിർദാരി, റയറ്റ് ബാരി തുടങ്ങിയ സംവിധാനങ്ങൾ, അപ്പോൾ ആ മഹൽവാരി തുടങ്ങിയ സിസ്റ്റംസ് അതൊക്കെ ആരാണ് നടപ്പിലാക്കി, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഇൻ ഇന്ത്യ 7 ചോദ്യങ്ങൾ. റൈസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മറാത്താസിൽ നിന്ന് മാത്രം 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് താഴോട്ട് വരുമ്പോൾ 1857 റിവോൾട്ട് 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ് 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പെസൻ റിവോൾട്ട്, ട്രൈബൽ റിവോൾട്ട്, പെസൻ മൂവ്മെന്റ് എല്ലാം കൂടെ ചേർത്ത് 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തവണ നമുക്ക് NTPCക്കും CBT1-നും ഈ ട്രെൻഡ് കാണാനായിട്ട് സാധിച്ചു. റിവോൾട്ട് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നല്ല രീതിയിലാണ് ഗ്രാജുവേറ്റ് ലെവലിന് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഒരു ഷിഫ്റ്റിൽ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് തോന്നുന്നു 2 ഷിഫ്റ്റിലെങ്കിലും ചോദ്യങ്ങൾ ഇതിനകത്ത് വന്നിട്ട് ചിലപ്പോൾ ഒരു ഷിഫ്റ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ റിവോൾട്ട് ഏരിയയിൽ നിന്ന് ഇത്തവണ NTPCക്ക് ചോദിച്ചായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ പഠിക്കുമ്പോൾ ഫോക്കസ് ചെയ്ത് പോകേണ്ട ഒരു ഏരിയയാണ്. ഇന്ത്യൻ റിനൈസൻസ് 10 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. റിനൈസൻസിൻ്റെ ക്ലാസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ നമ്മൾ എടുത്തിട്ടുള്ളതിൻ്റെ പാർട്ട് 1 കിടപ്പുണ്ട്. നമുക്ക് റിവിഷൻ സീരീസിൻ്റെ സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും ചോദ്യങ്ങൾ കുറവാണ്. പക്ഷെ നിങ്ങൾ പഠിക്കാതെ പോകരുത്. കാരണം കോൺഗ്രസിൻ്റെ ആ 1885 തൊട്ട് താഴത്തോട്ട്, അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള വർഷങ്ങൾ 1947 വരെയുള്ള ആ വർഷങ്ങളെയാണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ സ്വദേശി മൂവ്മെൻറ്റ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, സിവിൽ ഡിസോബീഡിയൻ മൂവ്മെൻറ്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അതിനിടയിൽ വരുന്ന ചെറിയ കലാപങ്ങൾ അതൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് നിന്ന് ഒരു 16ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഗവർണർ ജനറൽസ് ആൻഡ് വൈസ്രോയ്സ്, നിങ്ങൾ പലരും പഠിക്കാതെ പോകുന്ന ഒരു ഏരിയയാണ്. 12 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് വാരൻ ഹേസ്റ്റിങ്സ് തൊട്ട് ഇങ്ങ് അറ്റം വരെ ലോർഡ് മൗണ്ട് ബാറ്റൺ വരെയുള്ള ആളുകളെ പറ്റിയിട്ടുള്ള 12ഓളം ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും 12 ചോദ്യങ്ങളുണ്ട്. പക്ഷേ വേൾഡ് ഹിസ്റ്ററി പറഞ്ഞ പോലെ തന്നെ നമ്മൾ റഷ്യൻ റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ബ്രിട്ടൻ റവല്യൂഷൻ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 12 ചോദ്യം കിട്ടുക. ഒരു ഓവർവ്യൂ ഉണ്ടാക്കി വെക്കുക. കേരള PSCയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ധാരണ മാത്രം വെച്ച് മുന്നോട്ട് പോവുക. ഇതിനു വേണ്ടി ഒരുപാട് സമയം കളയാതിരിക്കുക. ഓക്കെ, അങ്ങനെ മിസ്ലേനിയസ് ഏരിയയിൽ നിന്ന് 8ഓളം ചോദ്യങ്ങൾ, അങ്ങനെ 108ഓളം ചോദ്യങ്ങളാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 പ്രധാനപ്പെട്ട ചരിത്രത്തിൻ്റെ ഭാഗത്തും അതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു അനാലിസിസ് ആണ് ഞങ്ങളെ കാണിച്ചത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, നിങ്ങൾ ചരിത്രം പഠിക്കാനിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ 10 ടോപ്പിക്സ് ചുരുങ്ങിയത് കവർ ചെയ്ത് പോകാനായിട്ട് നോക്കുക. റിവൈസ് ചെയ്യാനിരിക്കുന്ന കുട്ടികൾ ഈ 10 ടോപ്പിക്സിനെ ഒന്ന്
നോക്കി വെക്കുക. ഇതിന് കുറച്ചുകൂടെ ഊന്നൽ കൊടുത്ത് പോവുക. ഗ്രൂപ്പ് ഡി എക്സാമിന് കഴിഞ്ഞ 2022 ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള 10 ഏരിയാസാണ് ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നോ യുവർ സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറെ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. ആൻഡ് നിങ്ങൾ സപ്പോർട്ട് വേണം. നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ആവശ്യമുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, കാരണം ഇത് ഇത്രയും ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനാലിസിസ് നടത്തി അതിനെ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഓരോ ഫാക്കൽറ്റീസും ഈ രീതിയിൽ ഒരു ഒരു സ്ലൈഡ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് വെറുതെ ആയി പോകരുത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോനെ പ്രൊമോട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻസും നിങ്ങളുടെ അതുപോലെ തന്നെയുള്ള ഈ പ്രൊമോഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.